10ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് 10ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ഉണ്ട്. മാത്സും സോഷ്യൽ സയൻസും ഇംഗ്ലീഷും അടക്കമുള്ള ഈ 3 സബ്ജക്റ്റുകളിൽ 24 മാർക്ക് മിനിമം വാങ്ങിയാലേ ഉള്ളൂ നിങ്ങൾ പാസ്സാവുള്ളൂ. ഹലോ മക്കളെ, ഇപ്പൊ ഞാൻ വന്നത് ഈ വർഷം 10ാം ക്ലാസ് എഴുതി കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു വലിയ ആശ്വാസ വാർത്തയും സെയിം ടൈം ഇനി 10ാം ക്ലാസ്സിൽ എഴുതാൻ പോകുന്ന മക്കൾക്ക് ഒരു വലിയ 8ന്റെ പണി തന്നെയാണ് വരാൻ പോകുന്നത് എന്നുകൂടി പറയാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെന്റിന്റെ ഉത്തരവടക്കമുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോന്റെ അവസാനം വരെ എന്ത് ചെയ്യുക, മക്കൾ കൃത്യമായിട്ട് കണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് ഈ വർഷം 10ാം ക്ലാസ് എഴുതി കഴിഞ്ഞ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്നാ. ഓക്കെ, ഒരുപാട് കുട്ടികളൊക്കെ പേടിച്ചിരിക്കുന്നുണ്ടാവും, 10ാം ക്ലാസ് തോറ്റുപോകും എന്നുള്ള പേടിയടക്കമുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. ഞാൻ ആദ്യം ആ കാര്യങ്ങൾ പറയാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാം, ഇനി വരുന്ന 10ാം ക്ലാസ് ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഷയം കൂടി എന്ത് ചെയ്യാൻ പോണ്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആദ്യം ഈ വർഷം 10ാം ക്ലാസ് എഴുതി കഴിഞ്ഞ കുട്ടികളോട് 2025, 2026 വർഷത്തില് 10ാം ക്ലാസ് എഴുതിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ IT ഒഴിച്ച് ബാക്കി 9 വിഷയങ്ങളുണ്ട് അല്ലെ. അതില് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഹിന്ദി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നീ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മാർക്കിന്റെ പരീക്ഷയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതാ. 40 മാർക്കിന്റെ പരീക്ഷയും പ്ലസ് 10 മാർക്ക് സി മാർക്ക് അടക്കം 50 മാർക്കാണ് മക്കളെ ആകെ ഈ എല്ലാ സബ്ജക്റ്റിലും എന്ത് ചെയ്തത് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പൊ ഇതിൽ 10 മാർക്ക് സി മാർക്ക് അത്യാവശ്യം മക്കൾ എല്ലാ കാര്യങ്ങളും ചെയ്തവർക്കൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, ഇനി വെറും 40-ൽ 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ ഉറപ്പായിട്ട് 15 മാർക്ക് D+ഓട് കൂടി നിങ്ങൾ എന്ത് ചെയ്യും, ഈ വിഷയങ്ങൾക്കൊക്കെ പാസ്സാവും, ഉറപ്പാ. അപ്പൊ നിങ്ങൾ തോൽക്കാൻ ഒരു സാധ്യതയില്ല, ഒരിക്കലും തോൽക്കാനും പോകുന്നില്ല. ഇനി ബാക്കി 3 സബ്ജക്ട്, മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, 80 മാർക്കിന്റെ പരീക്ഷയാണ് അല്ലെ. ഈ 80 മാർക്കിന്റെ പരീക്ഷ പ്ലസ് 20 മാർക്ക് സി മാർക്ക് അടക്കം 100 മാർക്കാണ് അല്ലെ ടോട്ടൽ വരുന്നത്. ഇതിൽ 20 മാർക്ക് സി മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ, അധികവും കിട്ടിയിട്ടുണ്ടാവും. ഇനി അതിന്റെ കൂടെ ഒരു 10 മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആകെ 30 മാർക്കോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യും, ഈ 3 സബ്ജക്റ്റിൽ എന്താവും, പാസ്സാവും. അപ്പൊ 40 മാർക്കിന്റെ പരീക്ഷയിൽ വെറും 5 മാർക്കും 80 മാർക്കിന്റെ പരീക്ഷയിൽ വെറും 10 മാർക്കും കിട്ടിയാൽ നിങ്ങൾ പാസ്സാവും. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ സബ്ജക്റ്റും കൂടി വെറും 65 മാർക്ക് കിട്ടിയാൽ മതി നിങ്ങൾ പാസ്സാവാൻ. എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ പാസ്സായിരിക്കും. അപ്പൊ ഒരിക്കലും നിങ്ങൾ തോൽക്കാൻ ഒരു സാധ്യതയില്ല. എന്നാൽ പണി കിടക്കുന്നത് നിങ്ങൾക്കല്ല, ഇനി വരാൻ പോകുന്ന 10ാം ക്ലാസ്സുകാർക്കാ. പ്രിയപ്പെട്ട 10ാം ക്ലാസ്സുകാരെ, ഇനി 10ാം ക്ലാസ്സിലേക്ക് എത്താൻ പോകുന്ന മക്കളെ, നിങ്ങളെ കാത്തിരിക്കുന്നത് 8ന്റെ പണിയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഈ പ്രശ്നം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അതായത് നിങ്ങൾ 8ാം ക്ലാസ് പഠിക്കുന്നത് മുതൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് മിനിമം മാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടാണ്. ഓൾറെഡി 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് വലിയൊരു മാറ്റമുണ്ട്. അതിന്റെ കൂടെയാണ് എന്ത് സംഭവിച്ചത്, മിനിമം മാർക്കും കൂടി വന്നത്. അതിന്റെ ഭാഗമായിട്ട് 8ാം ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ തോറ്റു അല്ലെ. അതിന്റെ ഭാഗമായിട്ട് പിന്നെയും പരീക്ഷ എഴുതി, പിന്നെ 9ാം ക്ലാസ്സിലേക്ക് എത്തി. അങ്ങനെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് വീണ്ടും 9ാം ക്ലാസ്സിൽ എന്ത് ചെയ്യാണ്, മിനിമം മാർക്ക് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവരികയാണ്. അപ്പോൾ അത് ഈ വർഷം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് കുട്ടികൾ ഈ തവണ ചെയ്തിട്ടുണ്ട്. പല സ്കൂളുകളിൽ ഒരുപാട് കുട്ടികൾ 9ാം ക്ലാസ്സിൽ തോറ്റിട്ടുണ്ട്. അതിന്റെ ക്ലാസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ എക്സാം വരാൻ പോകുന്നുണ്ട്. ഇനി നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് എത്തുക. 10ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ഉണ്ടോ? 10ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് 10ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ഉണ്ട്. നമുക്ക് ലാസ്റ്റ് ഗവൺമെന്റിൽ നിന്ന് വന്ന ഓർഡർ പ്രകാരങ്ങൾ നോക്ക്. 2024 വർഷത്തിൽ 2024-25 വർഷത്തിൽ 8ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ഉണ്ടാകും. 2025-2026 വർഷത്തിൽ 9ാം ക്ലാസ്സിൽ എന്ത് ചെയ്തു, മിനിമം മാർക്ക് ഉണ്ടാകും. ഇനി 10ാം ക്ലാസ്സുകാർക്ക് 2026-2027 വർഷത്തിൽ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. 2026-2027 വർഷത്തിൽ എന്ത് ചെയ്യാണ്, 10ാം ക്ലാസ്സിലേക്ക് കൂടി മിനിമം മാർക്ക്, അല്ലെങ്കിൽ ഈ ഓരോ സബ്ജക്റ്റിലും മിനിമം മാർക്ക് കിട്ടിയാൽ മാത്രം നിങ്ങൾ പാസ്സാവൂ എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരാൻ പോവാണ്. ഇപ്പോഴും മിനിമം മാർക്കിനെ കുറിച്ചുള്ള ഒരു ധാരണ നമ്മുടെ മക്കൾക്കില്ല. എന്താ സംഭവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് അറിയില്ല. എന്താണ് ഈ മിനിമം മാർക്ക് എന്ന് പോലും അറിയില്ല. അത് അറിയാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം. ഒന്ന് മക്കൾ ഇവിടെ ശ്രദ്ധിച്ചോ. സംഭവം ഒത്തിരിയുള്ളതാ. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഹിന്ദി, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇത്രയും സബ്ജക്റ്റുകൾ 40 മാർക്ക് തന്നെ പരീക്ഷ. അതിന് മാറ്റമൊന്നുമില്ല. 10 മാർക്ക് സി മാർക്ക്, അങ്ങനെ ടോട്ടൽ 50 മാർക്കിന് ഇതിനൊന്നും മാറ്റല്ല. പക്ഷേ ഈ 40 മാർക്കിന്റെ പരീക്ഷയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും 12 മാർക്ക് എഴുതി വാങ്ങിയിരിക്കണം. മുമ്പത്തെ പരീക്ഷകൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലേനും 5 മാർക്ക് വാങ്ങിയാൽ മതിയായിരുന്നു. 40-ൽ 5 മാർക്ക് വാങ്ങിയാൽ സി മാർക്ക് ഫുൾ ആണെങ്കിൽ അവർ പാസ്സാവുമായിരുന്നു. എന്നാൽ 40-ൽ ഇനി 12 മാർക്ക്. അപ്പൊ സാറേ 40-ൽ 12 മാർക്ക് വാങ്ങാൻ വലിയൊരു സംഭവമാണോ? ഇനി അങ്ങോട്ടാണ്.
കാരണം എന്താ, നമ്മുടെ ക്വസ്റ്റ്യന്റെ പാറ്റേണിനൊക്കെ നല്ല മാറ്റങ്ങളുണ്ട്. നല്ല രീതിയിൽ മെനക്കെട്ട് പഠിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും എന്തെയില്ല, കിട്ടാൻ പോകുന്നില്ല, മാർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. സെയിം ടൈം ഇവിടെ നോക്ക്, 80 മാർക്കിന്റെ പരീക്ഷയിൽ ഇനി എന്തായാലും പാസ്സാവണമെങ്കിൽ നിങ്ങൾ 24 മാർക്ക് നിർബന്ധമായിട്ട് വാങ്ങിയിരിക്കണം. 80-ൽ 24 മാർക്ക് മാത്സ് അടക്കമുള്ള, അല്ലെ, മാത്സും സോഷ്യൽ സയൻസും ഇംഗ്ലീഷും അടക്കമുള്ള ഈ 3 സബ്ജക്റ്റുകളിൽ 24 മാർക്ക് മിനിമം വാങ്ങിയാലേ ഉള്ളൂ നിങ്ങൾ പാസ്സാവുള്ളൂ. അതിനുശേഷം മാത്രമേ സി മാർക്കൊക്കെ കൂട്ടുള്ളൂ. ആദ്യം നിങ്ങൾ പാസ്സാവണം, 24 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആദ്യമായിട്ട് 10ാം ക്ലാസ്സിൽ മിനിമം മാർക്ക് വരാൻ പോവാണ്. ഇതുവരെ അല്ലേന് നിങ്ങൾ 8ാം ക്ലാസ്സിൽ വന്നു, നിങ്ങൾ 9ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അവിടെ വന്നു, നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഇവിടെയും എന്ത് വരികയാണ്, മിനിമം മാർക്ക് എന്ന് പറയുന്ന സിസ്റ്റം വരികയാണ്. എന്തിനാണ് ഈ ഒരു മിനിമം മാർക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമ്പറ്റേറ്റീവ് എക്സാം അടക്കമുള്ള, അല്ലെ, നീറ്റ് ജെ പോലത്തെ എക്സാമുകൾ നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യുന്നില്ല, ക്വാളിഫൈ ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് നല്ല ക്വാളിഫിക്കേഷൻ വന്ന് നല്ല രീതിയിൽ നമ്മളെ പഠന നിലവാരം ഉയരാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. എന്തോ ആവട്ടെ, ആദ്യമായിട്ട് ഇതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന മക്കള് നിങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിന്റെ പല ടെൻഷൻസ് ഉണ്ടാവും. ഞാൻ പറയുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ടെൻഷൻ വേണമെന്നാ. നല്ല രീതിയിൽ നമ്മൾ ആകെ അയ്യോ ബുദ്ധിമുട്ട് ആ രീതിയിലുള്ള ടെൻഷൻ അല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട്, നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടെൻഷൻ വേണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പ്രതിവിധി എന്ന് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് ഇതിനെന്തെങ്കിലും മാർഗമുണ്ടോ, ഇനി ആരും തോൽക്കാതിരിക്കാൻ വേണ്ടി, എല്ലാവരും ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അതിനടുത്തുള്ള സൊല്യൂഷൻ നമ്മളെ MS സൊല്യൂഷൻ്റെ അടുത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വെറും മിനിമം മാർക്കല്ല, നിങ്ങൾക്ക് ഫുൾ A+ തന്നെ മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, രക്ഷപ്പെട്ടിട്ട് നല്ല മാർക്കോട് കൂടി നമ്മൾ എങ്ങനെയാണ് പാസ്സാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി തോൽവി എന്ന് പറഞ്ഞൊരു സംഭവം വരികയല്ല. ഓക്കെ, ഇനി തോൽവിയെ കുറിച്ച് മക്കൾ ചിന്തിക്കേണ്ട, ഫുൾ A+നെ കുറിച്ച് മാത്രം എന്ത് ചെയ്താൽ മതി, ചിന്തിച്ചാൽ മതി, ഒരിക്കലും പേടിക്കണ്ട. ഇനി ഈ ഒരു സിസ്റ്റം 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ, അല്ലെ, ഇനി 10ാം ക്ലാസ്സിലും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോവാണ് ഈ മിനിമം മാർക്ക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം, അല്ലെ. എന്താണ് നിങ്ങളെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഈ വീഡിയോന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.